അങ്ങനെ നയനയുടെ വയറ്റിൽ വളരുന്ന ആ ഒരു കുഞ്ഞിനെയും നയനയും ഇല്ലാതാക്കിയിട്ട് ആദർശിനെ സ്വന്തമാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ജലജയുടെ മകൾ അവന്തികയും അവളുടെ ഭർത്താവും. ഇവർക്ക് ഈ നാട്ടിലേക്ക് വന്നതിൽ ഇങ്ങനെ ഒരുപാടധികം ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു. നയനയെ വഴിയിൽ നിന്നും മാറ്റിയാൽ മാത്രമേ ആദർശിന്റെ ഭാര്യയായിട്ട് അനന്തപുരിയിൽ തനിക്ക് വാഴാൻ കഴിയൂ എന്ന് അവന്തികയ്ക്ക് അറിയാമായിരുന്നു. അതുമാത്രമല്ല, ഈ ജലജയുടെ ഭർത്താവ് ഈ AN ജ്വല്ലറിയെ തട്ടിയെടുത്ത് മറ്റൊരാളെ പറ്റിച്ച് വെട്ടിപ്പ് നടത്തിയിട്ടൊക്കെയുണ്ട്. പിന്നെ പണ്ട് മൂർത്തി ജ്വല്ലറിയെ കരിവാരി തേക്കാൻ നോക്കിയപ്പോൾ മൂർത്തി മുത്തശ്ശൻ അയാളെ അടിച്ചങ്ങ് പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആദർശിനെ പൂട്ടിയാൽ മാത്രമേ സ്വത്തുക്കളൊക്കെ തൻ്റെ മോൾക്ക് കിട്ടൂ എന്ന് ഇയാൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രനും മകളും കൂടി ചേർന്ന് നയനയുടെ കാര്യത്തിൽ ഒരു വലിയ പ്ലാനിങ് തന്നെ നടത്തും. അതായത് നയനയെ കൊല്ലാൻ തന്നെയായിരിക്കും അവരുടെ തീരുമാനം. മാത്രവുമല്ല, ഈ എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ രംഗങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. മൂർത്തി മുത്തശ്ശൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് നാഗേന്ദ്രനെ കുറിച്ചിട്ട് എല്ലാം അറിയാമായിരുന്നു. നാഗേന്ദ്രൻ്റെ ഓരോ നീക്കവും മുത്തശ്ശനെ വിളിച്ചിട്ട് ഇയാൾ പറയാറുണ്ട്. പക്ഷേ ആ കാര്യമൊന്നും തന്നെ നാഗേന്ദ്രൻ അറിയുന്നില്ല. ആ കൂട്ടത്തിൽ മുത്തശ്ശനോട് ഇയാൾ പറയുന്നുണ്ട് നാഗേന്ദ്രൻ ഗൾഫിൽ നിന്നും എന്തോ ലക്ഷ്യമിട്ടിട്ടാണ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന്. തന്നോട് ഏറ്റുമുട്ടാനുള്ള അത്രയും സമ്പാദിച്ചു കഴിഞ്ഞവനാണവൻ. അതുകൊണ്ട് താനുമായി മത്സരിക്കാൻ തന്നെയായിരിക്കും അവൻ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന സൂചന കൊടുത്തിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ മൂർത്തി മുത്തശ്ശന് കാര്യമൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതായത് ഇതിനു മുൻപൊന്നും AN ജ്വല്ലറിയുമായിട്ട് ഒരു രീതിയിലും തർക്കമുണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, AN ജ്വല്ലറിക്ക് പിന്നിൽ നാഗേന്ദ്രൻ തന്നെയായിരിക്കുമെന്ന് മൂർത്തി മുത്തശ്ശൻ ഉറപ്പിക്കും. അപ്പോൾ നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദേവയാനി നയനക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ്. ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അവന്തിക താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മരുമകളെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്ത് ഊട്ടുന്ന ദേവയാനിയെ കണ്ടപ്പോൾ അവന്തികക്കാകെ ദേഷ്യം വരും. എൻ്റെ സ്ഥാനം തട്ടിയെടുത്തിട്ട് അവിടെ കയറി അവൾ ഞെളിഞ്ഞിരിക്കുന്നു, എന്നിട്ട് അവിടെ ഇരുന്ന് തിന്നുന്നു, നാണമില്ലാത്തവൾ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് നയനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് നോക്കുന്നുണ്ട് അവന്തിക. ആ സമയത്ത് തന്നെ ദേവയാനി അവന്തികയെ കാണും. ആ മോളെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മായി, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ഒരു മൂഡില്ല എന്നായിരുന്നു അവന്തികയുടെ മറുപടി. അതെന്താ മൂഡില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ വേറൊന്നുമില്ല അമ്മായി, അയർലാൻഡിലൊക്കെ ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് അധികം സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അവൾ അങ്ങ് തട്ടിവിട്ടു. അതൊക്കെ നിന്റെ അയർലാൻഡിൽ, ഇവിടെ അതൊന്നും നടക്കില്ലെന്നും ഇവിടുത്തെ ചിട്ടകൾ നിനക്കറിയാലോ എന്നും ദേവയാനി അവളെ ഓർമ്മിപ്പിച്ചു. മോള് കുറച്ചു കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട കുട്ടിയാണ്. അവിടെ ചെന്ന് ഇതുപോലെ വാശി പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അമ്മായി, അതിന് ഞാൻ വാശിയൊന്നും പിടിക്കുന്നില്ല. ഇന്നെന്തായാലും അമ്മായിക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നവൾ പറയും. എനിക്ക് വേണ്ടിയിട്ടില്ല, നിനക്ക് വേണ്ടിയിട്ട് നീ കഴിക്കണമെന്ന് ദേവയാനി തിരുത്തിക്കൊടുത്തു. ശരി അമ്മായി, ഞാൻ കഴിച്ചോളാം. അല്ല അമ്മായി, എനിക്ക് ഇതുപോലെ വാരി തരാമോ? പണ്ടൊക്കെ എനിക്ക് ഒരുപാടധികം ഭക്ഷണമൊക്കെ വാരി തന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചെറുപ്പത്തിലല്ലേ, നീ ഇപ്പോൾ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ എന്ന് മറുപടി കിട്ടി. നയനക്ക് ഭക്ഷണം ഇതുപോലെ കൊടുത്തില്ലെങ്കിൽ അവൾ മര്യാദക്ക് കഴിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ശരി ശരി, അപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവന്തിക അവിടെ നിന്നു നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ജലജ പണി ചെയ്തിട്ട് ആകെ ടയേർഡായി നിൽക്കുന്നത് അവൾ കാണുന്നത്. പാവം എൻ്റെ അമ്മ, ഈ വലിയ വീട്ടിലെ ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിട്ട് അമ്മയുടെ നടുവൊടിയും. ഇതൊക്കെ എങ്ങനെയെങ്കിലും അച്ഛനെ അറിയിക്കണം. എൻ്റെ അമ്മയെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് ഇവർ, പ്രത്യേകിച്ച് ആ ദേവയാനി എന്ന പന്നക്കളവി. അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മയെ കഷ്ടപ്പെടുത്തിയതുപോലെ തന്നെ അവരെ ഞാനൊരു വേലക്കാരിയെ പോലെ കഷ്ടപ്പെടുത്തിക്കും. അതിനുള്ള അവസരത്തിനായിട്ട് തന്നെയാണ് ഞാനും എൻ്റെ അച്ഛനും കാത്തു നിൽക്കുന്നത് എന്ന് അവൾ ഇങ്ങനെ മനസ്സിൽ കരുതി. ആ സമയത്താണ് ജലജ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. ആ മോളെ, നീയോ? നീ എന്താ അവിടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് എന്ന് ജലജ ചോദിച്ചു. അത് പിന്നമ്മേ, ഞാൻ കുറച്ചു നേരമായി എഴുന്നേറ്റിട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഞാൻ എടുത്തു തരാമെന്ന് പറയാണ് ജലജ. അയ്യോ അമ്മേ, എനിക്ക് വേണ്ട, അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടേടി മോളെ, നിന്റെ ഏട്ടനൊരു വയ്യാവേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എനിക്കിവിടെ ഇടുപ്പത് പണിയാണ് മോളെ എന്ന് ജലജ പരിഭവിച്ചു പറഞ്ഞു. അമ്മയുടെ അവസ്ഥയിൽ എനിക്കും സങ്കടമുണ്ട് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ എന്നിട്ടാണോ നീ അവരുടെ കൂടെ കൂടി ഇങ്ങനെ നിൽക്കുന്നത്? സ്വന്തം അമ്മയെ വരെ കൊച്ചാക്കി കൊണ്ട് നീ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് ജലജ. ഏട്ടനെ വരെ നീ താറടിച്ചാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഒന്ന് അഭി കേട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മേ, ഇപ്പം തൽക്കാലം നമുക്ക് ഇങ്ങനെയൊക്കെ നിന്നേ പറ്റൂ എന്ന് അവന്തിക മറുപടി നൽകി. അതെൻ്റെ ഗതികേടായി പോയി എന്ന് ജലജ പറഞ്ഞു. നിന്റെ ഏട്ടൻ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കള്ളം ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം, അല്ലാതെ നിന്റെ അച്ഛനെ പോലെയാണ് നിന്റെ അഭി, എന്ത് ചെയ്താലും പൊട്ടക്കിണറ്റിലേക്കാണ് വന്നു വീഴുന്നത് എന്ന് ജലജ കുറ്റപ്പെടുത്തി സംസാരിച്ചു.
എൻ്റെ അച്ഛനെ അമ്മ അങ്ങനെ കുറ്റം പറയൊന്നും വേണ്ട. എൻ്റെ അച്ഛൻ ചിലപ്പോൾ മൂർത്തി ജ്വല്ലറിയെ പോലെ തന്നെ വളർന്നു നിൽക്കുന്ന വലിയൊരു വൃക്ഷമാണ് എന്ന് അവൾ പറഞ്ഞു. എന്ത്, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? വന്നപ്പോൾ മുതൽ നിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമാണല്ലോ എന്ന് ജലജ ചോദിച്ചു. അത് പിന്നമ്മേ, സത്യം പറഞ്ഞാൽ നമ്മൾ നേരായ വഴിയിലൂടെ നടന്നിരുന്നുവെങ്കിൽ നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടുമായിരുന്നു. മുത്തശ്ശൻ നമ്മളെ ഇങ്ങനെ അകറ്റി നിർത്തുമോ? ഏട്ടൻ ചെയ്യുന്ന ചില ബുദ്ധിയില്ലാത്ത പ്രവൃത്തികൾ കാരണമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വന്നത് എന്ന് അവന്തിക പറഞ്ഞു. അത് ശരിയാണെങ്കിലും നമ്മുടെ ക്യാരക്ടർ വിടണോ എന്ന് ജലജ ചോദിക്കണേ. അമ്മേ, അതൊക്കെ മതിയാക്കി എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ദേവയാനി എന്നെ ഒരുപാടധികം പണി ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ജലജ പറഞ്ഞു. അമ്മ അതൊക്കെ അവിടെ വെച്ചിട്ട് വാ എന്ന് നിർബന്ധിച്ചപ്പോൾ പറ്റില്ല മോളെ, ആ ജോലികളൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടാൽ പിന്നെ ദേവയാനി കയറെടുത്ത് ചാടുമെന്നൊക്കെ ജലജ പേടിയോടുകൂടെ പറയണേ. അല്ല, ഇവിടെ ഒരു പെണ്ണ് ജോലിക്ക് വരാറില്ലേ? അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ കാര്യമൊന്നും പറയണ്ട, അവൾക്കിപ്പോൾ ഫ്രീ ആയിട്ടാണ് ശമ്പളമൊക്കെ കൊടുക്കുന്നത്. അവൾ ജോലിയൊന്നും ചെയ്യാതെ സുഖമായിട്ട് തന്നെ വീട്ടിലിരിക്കുന്നു. ഞാനിവിടെ പട്ടിയെ പോലെ തന്നെ പണി ചെയ്യുന്നു. ജലജ പരാതിപ്പെട്ടു. അതെന്തിനാ ഫ്രീ ആയിട്ട് ശമ്പളം കൊടുക്കുന്നത്? മനഃപൂർവ്വം അമ്മയെ ദ്രോഹിക്കാനല്ലേ എന്ന് ചോദിക്കുകയാണ് അവന്തിക. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, എന്നിട്ടും നിനക്ക് അവരോടല്ലേ കൂറ് എന്ന് ജലജ ചോദിച്ചു. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്. അവരുടെ ഭാഗത്ത് സത്യമുണ്ട്. അമ്മ നന്നാവാൻ നോക്കുകയെന്ന് പറഞ്ഞ് അവൾ കളിയാക്കി സംസാരിക്കാണ്. നീ എൻ്റെ കൺമുന്നിൽ നിന്നൊന്ന് പോയേ. നീ വന്നപ്പോൾ മുതൽ എൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ ഓരോന്നോരോന്നായി തകർന്നു. ജലജ ദേഷ്യപ്പെട്ട് അവളെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ നോക്കുകയാണ്. എന്നെ അയർലാൻഡിലേക്ക് തന്നെ തിരിച്ചുവിടാമോ എന്ന് ചോദിച്ചപ്പോൾ നീ ഇവിടെ തന്നെ നിൽക്കണമെന്നും കല്യാണശേഷം അതൊക്കെ തീരുമാനിക്കാമെന്നും പണക്കാരനെ തന്നെ നീ കെട്ടണമെന്നൊക്കെ ജലജ അവളോട് പറയാണ്. അമ്മ നോക്കിക്കോ, ഞാൻ ഏറ്റവും നല്ല പണക്കാരനെ തന്നെ കെട്ടുമെന്ന് അവന്തിക ജലജയ്ക്ക് ഉറപ്പ് നൽകി. അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല ജലജയെ, നീ ഇവിടെ സംസാരിച്ച് നിൽക്കുകയാണോ? പണികളൊക്കെ തീർത്തോ എന്ന് ചോദിക്കുമ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടത്തി എന്ന് പറയാണ് ജലജ. ബാക്കിയുള്ളതൊക്കെ ഇനി ആര് തീർക്കും? അത് കഴിഞ്ഞിട്ട് വേണം തറ തൊടുക്കാനെന്ന് ദേവയാനി കൽപ്പിച്ചു. അയ്യോ ഏട്ടത്തി, ഇനി തറയും തൊടുക്കണോ? ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് ജലജ പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ തനി സ്വരൂപങ്ങൾ പുറത്തെടുക്കുമെന്ന് ദേവയാനി താക്കീത് നൽകി. അയ്യോ വേണ്ട ഏട്ടത്തി, ഞാൻ ചെയ്തോളാമെന്ന് പറയാണ് ജലജ. ഇത് കേട്ടപ്പോൾ അവന്തികക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അമ്മായി, അമ്മക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. പാവം അമ്മ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്താലും എൻ്റെ അമ്മയല്ലേ. ആ മീനാക്ഷി ചേച്ചി ജോലിക്ക് വിളിച്ചാൽ പോരെ? എങ്കിൽ അമ്മക്കതൊരു സഹായമായിരിക്കുമെന്ന് പറയണ അവന്തിക. മോളുടെ വാക്ക് കേട്ട് ദേവയാനിക്ക് എന്തോ പോലെ തോന്നി. കേട്ടോടി, നിന്റെ മോൾക്ക് നിന്നോട് സ്നേഹമുണ്ട്. തൽക്കാലം നാളെ മുതൽ മീനാക്ഷിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. പക്ഷേ നീ ജോലിയിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ അവളെ ഞാൻ വീണ്ടും പറഞ്ഞു വിടുമെന്ന് ദേവയാനി ഒരു താക്കീത് പോലെ പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. അമ്മേ, ഞാൻ പറഞ്ഞത് കൊണ്ട് മീനാക്ഷി ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി അമ്മ ഒരു പ്രശ്നമുണ്ടാക്കരുത് എന്ന് അവന്തികയും പറഞ്ഞു. എനിക്ക് വേണ്ടി ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് റിക്വസ്റ്റ് ചെയ്യാൻ നീ ആരാണെന്ന് ജലജ ചോദിക്കാണ്. അമ്മായി പറഞ്ഞതിലും സത്യമുണ്ട് എന്ന് അവന്തിക തിരിച്ചു പറഞ്ഞു. എനിക്കിവിടെ നിൽക്കാൻ സമയമില്ല, എനിക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നു നീങ്ങി. നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ജലജ ചോദിച്ചപ്പോൾ അതൊക്കെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവന്തിക പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തിക ഒരു ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെല്ലാണ്. ബെല്ലടിച്ചപ്പോൾ നാഗേന്ദ്രനായിരിക്കും വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഹാ മോളെ, നീ തിരിച്ചു വന്നോ? അനന്തപുരിൽ വലിയ സ്വീകരണമായിരിക്കുമെന്ന് കരുതിയിട്ട് അച്ഛൻ പറഞ്ഞില്ലേ, സ്വീകരണം പോയിട്ട് ഭക്ഷണത്തിന് ഒരു സ്പെഷ്യൽ പോലുമില്ല അച്ഛാ എന്ന് അവൾ പരിഭവിച്ചു. അവിടെ എനിക്ക് ഒരു വാല്യൂമില്ല അച്ഛാ. ജലജയ്ക്ക് അവകാശപ്പെട്ട സ്വത്തെല്ലാം തന്നെ നമുക്ക് കിട്ടണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛാ, സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടണം. അതിന് ആ കിളവൻ അങ്ങ് ചാവണമെന്ന് പറയണ അവന്തിക. അതിന് വല്ല പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ കൂടെ ഞാനുണ്ടാകും അച്ഛാ എന്ന് അവന്തിക ഉറപ്പ് നൽകി. നവ്യയും നയനയും സൂത്രക്കാരനാണെന്ന് അവർ സംസാരിച്ചു. നവ്യ ഒരു മണ്ടിയാണെന്നും അവളെ അഭിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും അവന്തിക പറഞ്ഞു. ആദ്യം ഞാൻ ബിസിനസ്സിലൊന്ന് പച്ച പിടിക്കട്ടെ എന്ന് പറയാട്ടോ അച്ഛൻ. അച്ഛാ, എനിക്ക് ആദർശിൻ്റെ ഭാര്യയാകണം. എനിക്ക് ആദർശേട്ടനെ കല്യാണം കഴിക്കണം എന്ന ആ ഒരു ആഗ്രഹം അവൾ അങ്ങ് അച്ഛനോട് വെളിപ്പെടുത്തി. ആദർശിന് ഭാര്യയും കുഞ്ഞുമുണ്ടല്ലോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവളാണ് എൻ്റെ ജീവിതത്തിലെ കരട്. അവളെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് ആ സ്ഥാനം വേണമെന്ന് അവന്തിക വാശി പിടിച്ചു. അല്ല മോളെ, വിനീത് നിന്നെ കല്യാണം അന്വേഷിച്ചിട്ടുണ്ടല്ലോ, അവൻ നിന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവരൊക്കെ പാപ്പരാക്കിയിട്ട് ഞാൻ വിനീതിനെ കെട്ടും. പക്ഷേ അനന്തപുരി എനിക്ക് വേണമച്ചാ, ഞാൻ അത് ഒരുപാടധികം ആഗ്രഹിച്ചു പോയി എന്ന് പറയണ അവന്തിക. ജലജോട് ഈ ഒരു കാര്യം ഒരിക്കലും പറയരുത്, അവൾക്ക് എടുത്തുചാട്ടം കൂടുതലാണെന്ന് അച്ഛൻ ഉപദേശിച്ചു. നയനെ കൊല്ലാൻ അച്ഛനെ കൊണ്ട് പറ്റില്ലേ എന്ന് അവന്തിക ചോദിക്കാണ്. ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും മൂർത്തി അടങ്ങിയിരിക്കുന്ന ആളല്ല എന്ന് അച്ഛൻ പറഞ്ഞു. അയാളെ ഞാൻ ഉടനെ തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിടും. അച്ഛനെ അപമാനിച്ച കിളവനെ ഞാൻ ആദ്യം കൊല്ലുമെന്ന് അവൾ ഉറപ്പ് നൽകി. അനന്തപുരിയിൽ ക്യാമറകളുണ്ട്, ശ്രദ്ധിക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഒന്നുകിൽ അവളെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവളെ നാട് കടത്തും എന്ന് അവന്തിക തീരുമാനിച്ചു. നാട് കടത്തുകയാണ് നല്ലത് എന്ന് അച്ഛൻ പറഞ്ഞു.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വഴിയിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്നും ഇറങ്ങി. അവൾ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ബെല്ലടിച്ചു. അവന്തികയാണെന്ന് കരുതി വാതിൽ തുറന്നപ്പോൾ ലതയായിരുന്നു വന്നിരുന്നത്. പാർട്ണർഷിപ്പിന്റെ കാര്യം സംസാരിക്കാമെന്ന ലതയോട് നാഗേന്ദ്രൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ജലജയെക്കുറിച്ച് അവർ തമാശ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് മൂർത്തി മുത്തശ്ശന് പത്മനാഭന്റെ ഫോൺ കോൾ വരികയാണ്. വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നാഗേന്ദ്രൻ നാട്ടിലെത്തിയ വിവരം പത്മനാഭൻ അറിയിച്ചു. അവൻ വലിയ സമ്പാദ്യവുമായി മത്സരിക്കാനാണ് വന്നിരിക്കുന്നത് എന്നും ശ്രദ്ധിക്കണമെന്നും സുഹൃത്ത് പറഞ്ഞുകൊടുത്തു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശന് സംശയം കൂടി. AN ജ്വല്ലറിക്ക് പിന്നിൽ നാഗേന്ദ്രനാണെങ്കിൽ അവന് വേരോടെ പിഴുതെറിയണമെന്ന് മുത്തശ്ശൻ മനസ്സിലുറപ്പിച്ചു. അവസാനം അവന്തിക നന്ദാവനത്തിൽ വരുന്നു. കനകദുർഗ അതിശയിച്ച് നിൽക്കുമ്പോൾ താൻ അബിയുടെ അനിയത്തിയാണെന്ന് അവൾ പരിചയപ്പെടുത്തി കൊടുത്തു. നന്ദുവിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. ഗോവിന്ദൻ ശില്പമുണ്ടാക്കുന്നത് കണ്ട് അവൾ അഭിനന്ദിച്ചു. തടി കുറക്കാനാണെന്ന് പറഞ്ഞ് ജ്യൂസ് കുടിച്ച് അവൾ നന്ദുവിൻ്റെ മുറിയിലേക്ക് പോയി. നന്ദുവിനോട് താൻ മാറിയിരിക്കുന്നുവെന്നും അനന്തപുരിയിലേക്ക് നന്ദുവിന് വരാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നും അവൾ പറഞ്ഞു. അബിയെ ജയിലിലാക്കിയതിൽ തനിക്ക് വിരോധമില്ല എന്നും അവൾ പറഞ്ഞിരുന്നു. എല്ലാവരോടും സ്നേഹം പിടിച്ചു പറ്റി നയനെ ഇല്ലാതാക്കാനാണ് അവന്തികയുടെ പ്ലാന്. അങ്ങനെ അനന്തപുരിയുടെ ഉമ്മറത്ത് പുതിയൊരു പടയൊരുക്കം തുടങ്ങുകയാണ്. അവന്തികയുടെ പ്ലാൻ അനുസരിച്ച് അവൾ നയനയുടെ വിശ്വസ്തയാവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നയനയുടെ ഗർഭകാലത്തെ ഓരോ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളിലും അതീവ ശ്രദ്ധ കാണിച്ചുകൊണ്ട് തന്നെ അവന്തിക വീട്ടിലെ എല്ലാവരെയും കയ്യടി നേടി. എന്നാൽ ഉള്ളിൽ അവൾ നാഗേന്ദ്രനുമായി ചേർന്നുകൊണ്ട് തന്നെ നയനെ അപായപ്പെടുത്താനുള്ള ചതിക്കുഴികൾ ഒരുക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രി മുത്തശ്ശൻ തൻ്റെ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ പത്മനാഭൻ നൽകിയ വിവരങ്ങൾ വീണ്ടും ഓർത്തു. AN ജ്വല്ലറിയുടെ ഓരോ നീക്കവും മൂർത്തി ജ്വല്ലറിയെ തകർക്കാനാണെന്ന് ഉറപ്പിച്ച അദ്ദേഹം ആദർശിനെ വിളിച്ച് തൻ്റെ സംശയങ്ങളെല്ലാം പങ്കുവച്ചു. ആദർശേ, നമ്മുടെ എതിരാളി പുറത്തല്ല, അകത്ത് തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നാഗേന്ദ്രൻ നാട്ടിലുണ്ട് എന്ന് ഉറപ്പായി. അവൻ്റെ ലക്ഷ്യം നമ്മുടെ തകർച്ചയാണ്. മുത്തശ്ശൻ്റെ വാക്കുകൾ ആദർശിൽ വലിയ നടുക്കമുണ്ടാക്കി. ആദർശ് രഹസ്യമായി അന്വേഷണം തുടങ്ങാൻ തീരുമാനിച്ചു. അതിനിടയിൽ തന്നെ അവന്തിക നയനെ ഒരു വിദൂരമായ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു. നയനേച്ചി, നമുക്ക് ആ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് നടത്തണം. ചേച്ചിയുടെയും കുഞ്ഞുവാവയുടെയും ഐശ്വര്യത്തിനത് നല്ലതായെന്ന് പറഞ്ഞ് അവൾ നയനയെ സമ്മതിപ്പിച്ചു. എന്നാൽ ഇത് നാഗേന്ദ്രൻ ഒരുക്കിയൊരു കെണിയായിരുന്നു. യാത്രാമധ്യേ വിജനമായൊരു സ്ഥലത്ത് വെച്ച് നയനെ തട്ടിക്കൊണ്ടുപോവാനും അതൊരു അപകടമായി വരുത്തി തീർക്കാനുമായിരുന്നു നാഗേന്ദ്രൻ്റെ ആളുകളുടെ പദ്ധതി. യാത്ര തുടങ്ങുന്ന ദിവസം ആദർശിന് നാഗേന്ദ്രൻ്റെ ഒളിത്താവളത്തെക്കുറിച്ച് ഒരു രഹസ്യ വിവരം ലഭിച്ചു. അത് അവന്തികയും നയനയും പോവാൻ നിശ്ചയിച്ചിരിക്കുന്ന അതേ റൂട്ടിൽ തന്നെയായിരുന്നു. ആദർശ് തൻ്റെ വണ്ടിയിൽ അവരെ പിന്തുടർന്നു. വഴിമധ്യേ നാഗേന്ദ്രൻ്റെ ഗുണ്ടകൾ അവന്തികയുടെ കാറ് തടഞ്ഞു. അവന്തിക ഭയന്നതുപോലെ അഭിനയിച്ചുവെങ്കിലും ഗുണ്ടകൾ നയനെ ബലമായി തന്നെ പിടിച്ചെടുക്കാൻ നോക്കി. ഈ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. വലിയൊരു സംഘടനത്തിനൊടുവിൽ ആദർശ് നയനെ രക്ഷിച്ചു. പിടിക്കപ്പെട്ട ഗുണ്ടകളിൽ ഒരാൾ നാഗേന്ദ്രൻ്റെ പേര് വെളിപ്പെടുത്തിയതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ കീഴ്മേൽ മറിഞ്ഞു. ആദർശ് നാഗേന്ദ്രൻ്റെ ഒളിത്താവളത്തിലെത്തി അയാളെ പോലീസിന് കൈമാറി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് അവന്തികയുടെ പങ്കായിരുന്നു. നാഗേന്ദ്രൻ്റെ ഫോണിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങൾ അവന്തികയും ഇതിൽ ഭാഗമാണെന്ന് തെളിയിച്ചു. അനന്തപുരിയുടെ മുറ്റത്ത് വെച്ച് മുത്തശ്ശൻ അവന്തികയും ജലജയും വിചാരണ ചെയ്തു. സ്വത്തിനു വേണ്ടി സ്വന്തം ചോരയെ ഒറ്റിക്കൊടുക്കുന്ന നിനക്കൊന്നും ഈ വീട്ടിൽ സ്ഥാനമില്ല, മുത്തശ്ശൻ ഗർജിച്ചു. ജലജയും മകളും കണ്ണീരോടുകൂടെ തന്നെ പടിയിറങ്ങി. നയനയുടെ നന്മയും ആദർശിൻ്റെ കരുതലും ആ വീടിനെ വീണ്ടും പ്രകാശപൂരിതമാക്കി. ഒടുവിൽ AN ജ്വല്ലറിയുടെ ചതിക്കുഴികൾ വെളിച്ചത്ത് കൊണ്ടുവന്ന മൂർത്തി ജ്വല്ലറി അതിൻ്റെ പഴയ പ്രതാപം തന്നെ വീണ്ടെടുത്തു. പിന്നീട് അങ്ങനെ നയന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, നയനയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങോടുകൂടി തന്നെ ആ അനന്തപുരി കുടുംബം സന്തോഷത്തിൻ്റെ പുതിയ അധ്യായങ്ങളിലേക്ക് കടക്കുന്ന അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.